ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചുരുങ്ങിയ ചിലവ് കൊണ്ട് വളം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അതിന് വേണ്ട ആദ്യം ഒരു 50 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മ്, 50-100 ലിറ്ററിൻ്റെ ഡ്രമ്മ്, നാടൻ പശുവിൻ്റെ ചാണകം, ലേശം വെണ്ണീര്, പിന്നെ വേണ്ടത് പശുവിൻ്റെ മൂത്രം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ശർക്കര, പിണ്ണാക്ക്. ഇതെല്ലാം കൂടെ നമ്മളൊരു 15 ദിവസം ഈ ഡ്രമ്മിലിട്ട് വെച്ചിട്ട് പുളിപ്പിക്കുകയാണ് വേണ്ടത്. പുളിപ്പിക്കുക പറഞ്ഞാൽ ഒരു 15 ദിവസം ഇളക്കി കൊടുക്കും വേണം. ഞാനത് ആദ്യപടിയായിട്ട് നമുക്ക് ചാണകം ഇടാം കേട്ടോ. ഇത് പോരാ ചാണകം, ബാക്കി നാളെ ഇടാൻ വെച്ചിട്ടോ. ചാണകം കുറവാണ് ഇവിടെ ഉള്ളത്, ഒരു പശുവുള്ളൂ. അത് ചാണകട്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാണകം നല്ല കലങ്ങണം, പക്ഷേ കലങ്ങാൻ ഇപ്പോൾ സമയമില്ല. പശുവിൻ്റെ മൂത്രം ഒരു 10 ലിറ്റർ മൂത്രം, പിന്നെ അതിന് ശേഷം ഇവിടെ ചാര കത്തിച്ച വെണ്ണീരൊക്കെ എന്താ വെച്ചാൽ അതിൽ വേഗം പുളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് വെച്ചാൽ കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കമുള്ളത്, അതും ഇതിൽ നല്ലതാണ് ഒഴിക്കാൻ. പിന്നെയാണ് നമുക്ക് ആകപ്പാടെ പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനം ശർക്കര, വെല്ലം എന്നൊക്കെ പറയും. ശർക്കര 500 ശർക്കര, ഏറ്റവും ബെസ്റ്റ് സാധനമൊക്കെ. കായ്ക്കാനും അണുനാശികൾക്കൊക്കെ ഇത് അടിച്ചും കൊടുക്കാം. പിന്നെ വേണ്ട കടലപ്പിണ്ണാക്കിനെ മാത്രമേ നമുക്ക് 60 രൂപ വിലയുള്ളൂ. ഇതിനാകെ 75 രൂപ ചിലവുള്ളൂ ഈ വളം ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സീമക്കൊന്നേൻ്റെ ഇല നല്ല കുറച്ച് ഇടുക. അത് പെട്ടെന്ന് വളമാകണ സാധനമാണ്, ഒരു അണുനാശിനിയും കൂടിയാണ് സീമക്കൊന്നേൻ്റെ സാധനം. അത് നല്ല ഇട്ടിട്ട് സീമക്കൊന്നേൻ്റെ ഇല ഇടുന്നത്, ഇതില്ലെങ്കിൽ ഇതിൽ ചോട്ടിടുന്നതും ഈ മണ്ണിര കമ്പോസ്റ്റിലൊക്കെ ഇടുന്നതും എല്ലാത്തിനും ഏറ്റവും നല്ല സാധനമാണ് സീമക്കൊന്ന. സീമക്കൊന്ന സീമക്കൊന്നേൻ്റെ നല്ല തോനിട്ട് വെച്ചിട്ടൊരു കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്യും സാധനം. വളമാണിത്. $75-80 രൂപയ്ക്ക് നമുക്ക് ഒരു പറമ്പിലെ കൃഷി മൊത്തം നമുക്ക് വളമാക്കി മാറ്റാഞ്ഞാൽ കൃഷി ഭയങ്കര ലാഭത്തിലാക്കാം നമുക്ക്. പിന്നെ ജൈവ കൃഷി നമുക്ക് നല്ല വിലക്ക് പച്ചക്കറി വിൽക്കും ചെയ്യാം. നമുക്ക് വിൽക്കാൻ പറ്റിയ ഏരിയ ആണെങ്കിൽ നല്ല വിലക്ക് വിൽക്കാം. എന്നിട്ട് ഇതെന്താ വെച്ചാൽ ഈ വടി പോരാ, വടി തൽക്കാലം എടുക്കുക. ഈ വടീനെ കൊണ്ട് നല്ല ഒന്ന് ഇടത്തോട്ട് വലത്തോട്ട് ഇളക്കുക. തൊട്ട് ഞാൻ തോന്നുന്നുണ്ട്, ഇടത്തോട്ട് വെച്ചാണ്. എന്നിട്ട് അത് ഇളക്കുക. ഇപ്പോൾ ചാണകട്ട്, നാളത്തെ ചാണകം കൂടെ അതിലിട്ടാൽ വളരെ ഉഷാറായി. എന്നിട്ടിത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ലിറ്റർ ഇതെടുത്തിട്ട് 10 ലിറ്ററിൻ്റെ ഒരു വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം എല്ലാത്തിനും ഒഴിച്ചെടുത്തേക്ക് പറക്കുക. അത്രയും നല്ല ഉഷാറായിട്ടുണ്ടാവും. അതായത് ഞങ്ങളിതൊക്കെ പരീക്ഷിച്ചതാണ്. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. ഇത് നാടൻ പശുവിൻ്റെ ചാണകമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നാടൻ പശുവിൻ്റെ ചാണകത്തിൽ വെച്ചാൽ മറ്റേ പശുവിൻ്റെയൊക്കെ ചാണകത്തിൽ, വലിയ പശുവിൻ്റെയൊക്കെ ചാണകത്തിൽ ജീവാണുക്കൾ 20%, 10% ഇതിൽ 90% അണുക്കളുള്ള ചാണകമാണ് നാടൻ പശു. കാരണം അത് ഈ നാടൻ പശുവിൻ്റെ ഇന്ന് ഞങ്ങൾ ഓർഗാനിക് ഫുഡുകളെ കൊടുക്കുള്ളൂ. ഈ ഓക്ക, കാലിത്തീറ്റ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഇത് ഇട്ട് കൊടുത്തു നോക്കി, വളരെ ഉഷാറായിട്ട് നിങ്ങൾക്ക് സാധനം ഉണ്ടാവും. ഒരു അണുനാശിനിയും കൂടിയാണ്. ഇപ്പം എൻ്റെ കുറേ ചീഞ്ഞ് പോയിക്കണം. അന്നത്തെ മഴയത്ത് കുറേ ഇത് പറ്റിപ്പോയി. ഞങ്ങളെ കക്കിരിക്കൊക്കെ ഒരു വളമിടാണ്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഞങ്ങൾ. ഇനി കായ്ക്കുക, അതിന് കരിമ്പ് കഴിക്കണം. ഇതിൻ്റെ വിത്തും എൻ്റെ അടുത്ത് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഇത് എത്ര എളുപ്പമായിട്ടുള്ളൂ. ഇതിൻ്റെ അരുമ്പ് കണ്ട ഇതൊക്കെ അരുമ്പ് വരുന്നേണ്ട, ഇതേമാതിരി അരുമ്പായി വരും. ഒരുവിധം എല്ലാ വിത്തുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർ വേണമെങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ
കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. നിങ്ങൾക്ക് നിങ്ങൾ അഡ്രസ്സും തരികയാണെങ്കിൽ ഞങ്ങൾ പൈസ GP ചെയ്താൽ മതി, നിങ്ങൾക്ക് അയച്ചു തരും. ഫുൾ മുളയ്ക്കണ വിത്തുകൾ തന്നെ ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങളങ്ങനെ കർഷകരായതിനെ കൊണ്ട് ഒരാളെ പറ്റിക്കണ പരിപാടിക്ക് നിൽക്കില്ല. നല്ല ഉഷാറ് സാധനമാണിത് ഈ വളം. ഇനി നമുക്കൊരു ഒരാളെയും വൈകുന്നേരം നാളെ തൊട്ടിട്ട് നമുക്ക് 2 ഭാഗത്തേക്ക് ഇളക്കിയിട്ട് വളരെ വൃത്തിയാക്കി. ഇനി ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരും.